ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഇതുകൊണ്ടോ എൻ്റെ വീട്ടിൽ ഒരുപാട് അലോവേര ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വെറുതെ തഴച്ചിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എണ്ണയൊക്കെ കാച്ചും തലയിലും ഫേസിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല. ഇനിയിപ്പോൾ വെക്കേഷൻ വരികയാണ്. അപ്പോൾ ഞാനിതൊക്കെ എന്തെങ്കിലുമൊക്കെ എണ്ണ കാച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ജെല്ലി എടുത്തിട്ട് ഫേസൊക്കെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലും വെച്ചിരിക്കുന്നത് ആന്തൂറിയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൂടുന്നതാണ് ചെറിയൊരു തണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ അധികം ഉണ്ടായപ്പോൾ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റും ഇതൊക്കെ ഇട്ടപ്പോൾ നന്നായിട്ട് ഫെർട്ടിലൈസായിട്ട് കുറേ അധികം ഉണ്ടായി. അപ്പോൾ ഞാൻ വേറെ വേറെ ചട്ടികൾക്ക് ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ചിട്ടോ, ഓരോ തണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ അത് നിറച്ചുണ്ടായി വന്നു കേട്ടോ. ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളൊന്നുമില്ല, വളരെ കുറച്ചുള്ളൂ കേട്ടോ. ഇടയ്ക്ക് നാട്ടിൽ പോകുന്നതുകൊണ്ട് നനയ്ക്കാനൊന്നും പറ്റാറില്ല. അതുകൊണ്ട് കുറേ അധികം വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോവാണ് ഉണ്ടാവാറ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ നശിച്ചു പോകാത്ത തരം ചെടികൾ നോക്കിയിട്ടും പിന്നെ അധികം വെള്ളം വേണ്ടാത്ത ചെടികൾ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കാറ്. അപ്പോൾ നമ്മൾ ഓരോ വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണല്ലോ നമുക്ക്. ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ സമ്മർ വരികയാണ്. സമ്മർ വെക്കേഷനൊക്കെ നാട്ടിൽ പോകും എന്തായാലും. അപ്പോൾ ചെടികൾ ഓർക്കുമ്പോൾ ഞാൻ അധികം പോയി വീട്ടിലൊന്നും നിൽക്കാറില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം നമുക്ക് ചെടികളൊക്കെ ഇപ്പോൾ വെക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ എനിക്കിഷ്ടമാണ്. ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ ചെടികളും അതിൻ്റെ ആ ഒരു പരിചരണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഒരു സാധനം വാങ്ങിക്കുക, അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരുടെ കയ്യിലും എല്ലാ യൂട്യൂബ് ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും മൂർച്ചയൊക്കെ ഉണ്ടോ ഇതിന് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം വില കുറവാണ്. അപ്പോൾ എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതൊരു ഷോ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതല്ല കേട്ടോ പ്രൊഡക്റ്റ്. ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ച ഐലൈനറാണ് കേട്ടോ. ഇതിപ്പോൾ 3 സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. 170 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഡാസ്ലറിൻ്റെ ആണ്. നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ വാങ്ങിക്കാറുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. മോള് ഇപ്പോൾ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റത്തിലേക്ക് വരാം. അപ്പോൾ നൈഫാണ്, കത്തിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ യൂട്യൂബിലും എല്ലാ യൂട്യൂബ് ചാനലിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു കത്തി ഇതിൻ്റെ പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കത്തിയാണ് കേട്ടോ. ഇത് ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല ബ്രാൻഡിൻ്റെയാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. ഒരുവിധം ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഈ സെയിം നൈഫ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ വീഡിയോയിൽ കാണാൻ നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലൊന്ന് നമുക്ക് വാങ്ങിച്ചു നോക്കാം. ആകെ 200 സംതിങ് ആയിട്ടുള്ള ഈ 3 എണ്ണത്തിനും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു കത്തിയുണ്ട്. പിന്നെ ഒരു മീനൊക്കെ മുറിക്കാനായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു നേരത്തെ കാണിച്ചതിൻ്റെ ഒരു വലുതുണ്ട്. അങ്ങനെ 3 സെറ്റായിട്ടാണ് കേട്ടോ അത് വരുന്നത്. അറിയായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാവും കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ അറിയായിരിക്കും. എന്നാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനും വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇത് പരീക്ഷണം നടത്താൻ പോകുന്നത് മത്തങ്ങയിലാണ് കേട്ടോ. അപ്പോൾ മത്തങ്ങ ഇച്ചിരി അതിൻ്റെ തൊലിയൊക്കെ ഹാർഡാണല്ലോ. പക്ഷേ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ച്, സാധാരണ നമ്മൾ പുതിയ കത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് എന്തായാലും കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ല മൂർച്ചയായിരിക്കുമല്ലോ. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ തൊടുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു ഷോ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കാരണം നല്ല മൂർച്ചയുണ്ട്. പക്ഷേ അതിൻ്റെ അരികും ഇതൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈ ചിലത് പുതിയതൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഷാർപ്പനായിരിക്കുമല്ലോ അതിൻ്റെ എഡ്ജൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. ഈ മത്തങ്ങയൊക്കെ നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബീൻസൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് നോക്കി. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എത്ര ദിവസം ഇതിൻ്റെ ക്വാളിറ്റി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ലോങ് ലാസ്റ്റായിട്ട് ഉപയോഗിക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതെങ്ങനെയാണെന്ന്. ഇതിൻ്റെ പല കളറിൽ ഞാൻ അവൈലബിൾ ആണ് കേട്ടോ ആമസോണിൽ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കുറേ നാളായിട്ടും വിചാരിക്കുകയാണ് ഇതെന്താണ്, ഇതെങ്ങനെയാണ്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് വാങ്ങിച്ച് നോക്കാം. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഞാനും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് എനിക്ക് ഗുണമായിട്ട് തോന്നിയത്, സാധാരണ ഒരു പുതിയ നൈഫ് വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര ഷാർപ്പനായിരിക്കും അതിൻ്റെ എഡ്ജും എല്ലാ ഭാഗങ്ങളും. പക്ഷേ ഇത് നല്ല സ്മൂത്താണ്. അപ്പം നമുക്ക് തോന്നും ഇത് മൂർച്ചയില്ലയെന്ന്. പക്ഷേ കട്ട് ചെയ്ത് വരുമ്പോൾ അത് നല്ല സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എത്ര ദിവസം നിൽക്കും എന്നതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല കേട്ടോ. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.
പിന്നെ ഞാൻ ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞ് നോക്കി കേട്ടോ. അപ്പോൾ എല്ലാതും കയ്യിൽ കിട്ടിയപ്പോൾ ഞാനൊന്ന് അരിഞ്ഞ് നോക്കുകയാണ് അതെങ്ങനെയാണെന്ന്. പക്ഷേ സ്മൂത്തായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ കൈക്ക് അങ്ങനെ വേദനയൊന്നുമില്ല കേട്ടോ. ചിലത് ഇതാവുമ്പോൾ നല്ല പിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് സ്മൂത്തായിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നൈസായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ഇത് നല്ല നൈസായിട്ട് ഇത് മാങ്ങയാണ് കേട്ടോ. മാങ്ങയൊക്കെ നല്ല നൈസായിട്ട് കിട്ടി. ഇതിൻ്റെ ക്വാളിറ്റി ഇനി എത്ര ദിവസം ഓടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഐറ്റം ഉണ്ടാക്കാനാണ് ഞാനിതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റും മാങ്ങയൊക്കെ ചേർത്തിട്ട് ഒരു ഐറ്റം റീക്രിയേഷനാണ് യൂട്യൂബിൽ. അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം തോന്നി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് പൈപ്പിൻ്റെ അവിടെ വെക്കാനായിട്ട് ഒരു സ്പോഞ്ച് ഹോൾഡറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ താഴെയായിരുന്നു ഞാൻ വെച്ചിരുന്നത് സിങ്കിൻ്റെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് എപ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റണമായിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രതിവിധിയായിട്ട് ഞാൻ ആമസോണിൽ തപ്പിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് പൈപ്പിൻ്റെ അവിടെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യും. ഇങ്ങനത്തെ പൈപ്പ് മറ്റുള്ള പൈപ്പുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ പൈപ്പിലൊക്കെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് താഴത്തെ ഏരിയ നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കും ചെയ്യും. സ്പോഞ്ചൊക്കെ നല്ല ക്ലീനായിട്ട് ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായി ആ ഭാഗം. നമുക്ക് താഴെ ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്യാനും എളുപ്പമായി. നല്ല ക്ലീനായിട്ട് ആ ഭാഗം വന്നു കേട്ടോ. അപ്പോൾ അത് സുഖമായിട്ട് ആ പൈപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തപ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. സ്പോഞ്ചും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അത്യാവശ്യം നമുക്ക് ഡിഷ് വാഷർ ഒരു 500 ml നമുക്ക് അത് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അത് വെക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ അതും ഒരു ഉപകാരമുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.